തിരുവനന്തപുരം പൂവച്ചൽ കുറകോണത്ത് പുലിയെ കണ്ടതായി സംശയം. രാവിലെ ജോലിക്കെത്തിയ നാട്ടുകാരാണ് പുലിയെ കണ്ടതായി പറയുന്നത്. അഗസ്ത്യ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണെന്ന്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തും ഉടൻ തന്നെ. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ പ്രദേശത്ത് നേരത്തെ ഈ വന്യമൃഗങ്ങളുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇടമാണോ, അതല്ല ഇതൊരു പുതിയ സംഭവമാണോ അവിടെ? ഗോകുൽ, ഇവിടെ നേരത്തെയും ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഇങ്ങനെ പുലിയെ കണ്ടതായി വിഷയം പറയുന്നത്. രാവിലെ ജോലിക്ക് വന്ന ഒരു തേങ്ങാവെട്ടത്ത് ജോലിക്ക് വന്ന ഒരു നാട്ടുകാരൻ ശിവകുമാർ എന്ന ആളാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടതായി പറയുന്നത്. അതിനുശേഷം സമീപത്ത് കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ കാര്യം പറഞ്ഞു. പിന്നീട് പഞ്ചായത്തിനെ അറിയിച്ചു. പഞ്ചായത്ത് ഉടൻ തന്നെ ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞു. ഇതൊരു അഗസ്ത്യാവനത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നേരത്തെ പുലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആരോപണം. പിന്നീട് ഈ വനം വകുപ്പിനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു. വനംവകുപ്പ് വന്ന് പരിശോധന നടത്തി. വനംവകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷം പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയിൽ കൂടും സ്ഥാപിക്കാൻ കഴിയൂ എന്നൊരു നിലപാടാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതായത് അതിന് കാരണം എന്ന് പറയുന്നത് ഇത് പുലിയാണ്. തിരുവനന്തപുരം പൂവച്ചൽ കുറകോണത്താണ് പുലിയെ കണ്ടതായുള്ള സംശയം. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഏതായാലും ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുമെന്നാണ് ഹരികൃഷ്ണൻ നൽകുന്ന വിവരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.